റിയാദിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്കൊരു മലയുണ്ട് കയറാൻ. ആ മല കയറുമ്പോൾ ചെവിച്ചു പതുക്കെ എന്താവും മൂളാൻ തുടങ്ങും. വലിയ മലയാണ്. ഇരുവശത്ത് നോക്കി ആ മല വെട്ടിക്കീറിയിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ് സഹോദരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ മല ആണ് അവർ വെട്ടിക്കീറി ഒരു പാതി ഒരുക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്കാണ് ഇപ്പം നേരം വിളിക്കുന്നത് കേട്ടോ. ഈ ഒരു സീസണൊക്കെ മാറിയതാണ്. നേരം വിളിക്കുന്നത് 5 മണിക്കാണ്. കണ്ടില്ലേ, ഇത് മനോഹരമാണെന്നറിയോ. ഇത്രയും സുന്ദരമായൊരു ജേർണി, ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് എനിക്കിഷ്ടം കേട്ടോ. കുറേ പേർക്ക് ഇതായിരിക്കും ഇഷ്ടം എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കസീമിൽ നിന്ന് വരുന്ന സഹോദരങ്ങളെ, നമുക്ക് ഒരു ടൈം ഒരു 3 o'clock ആ ഒരു സമയം, പുലർച്ചെ ആ ഒരു സമയത്ത് നമുക്ക് റിയാദിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല യാത്രയാണ്. അതായത് ട്രാഫിക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. വഴിയിൽ കണ്ട വിജനമായി ഇങ്ങനെ കിടക്കുകയാണ്. ഇത് സൗകര്യമാണെന്നറിയോ. നമുക്ക് വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇത്രയും മണിക്കൂറുകൾ നമുക്ക് ലാഭം, അതായത് ഇത്രയും മണിക്കൂറുകൾ നമുക്ക് ലാഭമാണ്. വളരെ നമുക്ക് ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സമയം 4:59, 5 മണിയായി ആറാവുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് യാത്ര ചെയ്യുന്ന ചൂട്, അതായത് പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര അതികഠിനമായ ചൂടാണ്. 7 മണി 8 മണി ആകുമ്പോൾ തന്നെ ഏകദേശം അങ്ങോട്ട് ചൂടാകാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും ഭംഗിയ മനോഹരമായ യാത്ര എന്ന് പറയുമ്പോൾ ഈ അതിരാവിലെയുള്ള യാത്രയാണ്. പ്രകാശം ഇങ്ങനെ പരന്നു വരുന്നുണ്ട്. വളരെ മനോഹരമായ അന്തരീക്ഷം, നല്ല വ്യൂ ആണ്. നോക്കി പുറത്തു കൊണ്ടൊക്കെ നോക്കിയത് ഇത് രസമാണെന്നറിയാം. ഇതൊരു ട്രാവലിംഗ് വളരെ ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു സമയമാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതായത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സമയമാണിത്. ഈ സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മൾ ചിലപ്പോൾ സെൻറ്ററായിരിക്കും, ചിലപ്പോൾ സ്പീഡ് ട്രാക്കിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കും. ട്രക്കിൽ കുറച്ച് വാഹനങ്ങളൊക്കെ നോക്കി കുറച്ച് സൈഡ് മാറി പോകാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. യേശു തണലേ ഹായ് ചങ്സുകളെ, നമസ്കാരമുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് മജ്മ എന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ മജ്മയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഈ മജ്മയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ചെയ്യാം. നല്ലപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അതുപോലെ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് ജെൻസിനും, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ കയറുക, അതായത് നമ്മളിപ്പം കസീം മേഖലയിൽ നിന്ന് നേരെ റിയാദിലേക്ക് വരികയാണെങ്കിൽ നേരെ നമുക്ക് റൈറ്റ് സൈഡിലൂടെ നമ്മൾ കയറുന്ന വഴി തന്നെ എന്താണ് ഗർഫിയുടെ ഒരു ഷോറൂം കാണാൻ പറ്റും. പിന്നെ അൾട്രീസിൻ്റെ പമ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒരുപാട് ട്രെയിലറുകൾ വന്നിട്ട് ഒരുപാട് ദൂരത്തു നിന്ന് വരുമായിരിക്കും കണ്ടോ. ഒരുപാട് ദൂരത്ത് വരുന്ന ആൾക്കാരാണ് ഇതെല്ലാം. അവരെല്ലാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കും കണ്ടോ. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് അതിൽ ഡ്രൈവേഴ്സുകളെല്ലാം വിശ്രമിക്കാം. അപ്പോൾ നമുക്ക്
നല്ലൊരു അന്തരീക്ഷമാണല്ലേ. പിന്നെ മോസ്കുണ്ട്, നമുക്ക് നിസ്കരിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളുണ്ട്, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മലയാളി ചേട്ടന്മാരുണ്ട് കേട്ടോ. അവർക്ക് 2 ഷോപ്പുകളുണ്ട്. ഒന്ന് ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ. ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഷവർമ, ബർഗർ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, മലയാളി ഫുഡുകളൊക്കെ പൊറോട്ടയൊക്കെ ഇട്ട് ഇവിടെ. അതുപോലെ ചായ ഉണ്ടോ നമുക്ക് നോക്കാം. ചേട്ടന്മാരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഈ ചേട്ടന്മാരൊക്കെ നമുക്ക് കാണണ്ടേ, ഇവിടെയുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ. ഇവിടെ ഹർഫിയിൽ ഫാമിലി സെക്ഷൻസ്, സിംഗിൾ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമാണ്. പിള്ളേർക്ക് വന്നിട്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയയാണ്. അതുപോലെ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ കറക്റ്റ് കോഫി, അത് നമ്മൾ റിയാദിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ഷവർമ കടയുണ്ട്, ഒരു മലയാളിയുടെയാണ്. അതുപോലെ ഷോപ്പുകളുണ്ടോ, നല്ല അടിപൊളി ഷോപ്പുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ വൈബ് നോക്കാം. ഏത് നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ കടയിലേക്ക് നമ്മൾ കയറണം. ഓക്കെ, മനോളെ വാ, ചായ കുടിക്കാം നമുക്ക്. ഓരോ ചായ കുടിക്കാം. വാ, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറണം കേട്ടോ. അപ്പോൾ ജംഗ്ഷനിൽ നമ്മൾ ഇതൊരു മലയാളിയുടെ കടയിൽ ഇവിടെ എന്താണ് പ്രഭാത ഭക്ഷണം നോക്കാം. രാവിലേക്ക് വരുന്ന ആൾക്കാർ ജസ്റ്റ് ഇതിൽ കയറി പോകാൻ അല്ലേ. ഹായ് ചേട്ടൻ, എന്തെങ്കിലും വിഷയം? സുഖമല്ലേ? എന്തെങ്കിലും രാവിലെ പ്രഭാത ഭക്ഷണം ഇവിടെ? പ്രഭാത ഭക്ഷണം ദോശ, മസാല ദോശ, റോസ്റ്റ്, പൂരി. നമ്മുടെ കട്ടച്ചങ്കാണ് കേട്ടോ. കേരളത്തിലെ ആൾക്കാരെ കണ്ടാൽ നമ്മൾ എവിടെയെങ്കിലും കയറില്ലേ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി. അത് നമ്മൾ സസീലിൽ നിന്ന് വരുന്ന ഫസ്റ്റ് കട്ടിങ്ങിലെ ഹെർഫി കഴിഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നാട്ടിലെ രുചിയിൽ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ചേട്ടന്മാരാണ്. ചേട്ടൻ വരുന്ന എൻ്റെ പേര് ഹാഷിർ എന്നാണ്. ഹാഷിർ എന്നാണ്. അപ്പോൾ നമ്മുടെ ആശ്രിതനെ കണ്ടു. അപ്പോൾ നമ്മുടെ സുഹൃത്തിന് ഇവിടെ മറ്റേ രവി എന്ന് പറയും, അറിയോ? ഹാഷിർ അല്ലേ? യെസ് യെസ് യെസ്, ഞങ്ങൾ ഗ്യാങ്ങാണ്. ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ചങ്കുണ്ട്. അപ്പോൾ അവനെ ഞാൻ വിളിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും മജ്മയിൽ വന്നിട്ട് നമ്മുടെ ഒരു പുതിയ സുഹൃത്തുക്കളെ കിട്ടി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? എന്താ കഴിക്കാം? മറ്റേ ചായ ഉണ്ട്. ചായ ഉണ്ട്, തിളപ്പിച്ച ചായ ഉണ്ട്. ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുക, ഫ്രഷ് പാലിന്. അപ്പോൾ ഇവിടെ വന്നാൽ ഫ്രഷ് പാലിൽ ചായ കുടി കേട്ടോ. പൊറോട്ട. ഓക്കെ, ഹായ്. പൊറോട്ടക്കാരാ? എല്ലാ സൗകര്യങ്ങളും ഇവിടെ വന്നിട്ട് രാവിലെ നാസ്ത കഴിച്ചിട്ട് ജോലിക്ക് അവർ ഇറങ്ങണം. ഓക്കെ, ചങ്സല്ലേ. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ഈ ഒരു മജ്മേലെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് റിയാദിലേക്ക് പോകാം. ഓക്കെ, നിറനിലാരാവുകൾ, പുലരികൾ, സന്ധ്യകൾ, മതിവരാത്ത. അപ്പം സൂപ്പറായിട്ട് കേട്ടോ. ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ തൊഴിലേക്ക് നമ്മൾ കയറാണ്. നമ്മുടെ ഗൾഫിലുള്ളവർക്കൊക്കെ ഇത് സുപരിചിതമാണ്. പക്ഷേ നാട്ടിലുള്ള കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ കേട്ടോ. അപ്പം ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണണം. അടിപൊളി സെറ്റപ്പ് ആട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ടുണ്ട്, ഇഷ്ടംപോലെ ഫുഡ് കോർട്ട്. പിന്നെ ജ്വല്ലേഴ്സ് ഉണ്ട്. അടിപൊളിയാ അല്ലേ എമി? സ്കൂളൊക്കെ തുറക്കാൻ പോലെ. അപ്പോൾ സ്കൂൾ സർവേ, നമ്മുടെ സ്കൂളിലെ സാധനങ്ങളെല്ലാം, സ്കൂൾ കുട്ടികൾക്കുള്ള സാധനങ്ങളെല്ലാം അവർ ഇതിന് താഴെയായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്.
അതല്ലേ ബാഗുകൾ, ബുക്സ്, പെൻസിൽ സാധനങ്ങളെല്ലാം. സ്കൂൾ ഷൂസ്, യൂണിഫോംസ് എല്ലാം അവരിങ്ങനെ തയ്യാറാക്കി ആവശ്യം. മണിമിനാരങ്ങൾക്കുള്ളിൽ കുറുകിടും പ്രാവിൻ നെഞ്ചിൽ ഇശലുകൾ പൂക്കും നേരം പനിമതി വന്നു മേലെ മുത്തോട് മുത്തും ചാർത്തി പൊൻതട്ട മിട്ടൻ കാതിൽ. അതുപോലെ ഇവിടെ സൂപ്പർ മാർക്കറ്റ്, ലുലു സൂപ്പർ മാർക്കറ്റാണത്. അത് നേരെ റൈറ്റ് സൈഡിലാണ് ജ്വല്ലേഴ്സ്. ഓർക്കാതൊരുങ്ങാതേതോ പൂവിന്റെ മൗനം, മിണ്ടാതെ പോരും കാറ്റിൻ കൂടെയൊന്നു ചേർന്നുവോ നിളമണൽ. നേരെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ജോയ് ആലുക്കാസ്. സന്ധ്യകൾ നദിവരാ താളമായി തെളിനീരാടുവാൻ വരുമീ തോണികൾ അവരും. അതുപോലെ നമ്മുടെ മലബാർ ജ്വല്ലേഴ്സ്. ഇത് തൊട്ടപ്പുറത്താണ് കാണുന്നത് ജോയ് ആലുക്കാസ്. ഉണ്ടല്ലേ നിങ്ങൾ? സംഗതി പൊളിയാണ് മക്കളെ. ഇത് മനോഹരമാണെന്നറിയാം, അടിപൊളിയാണ്. നമ്മൾ റിയാദിലൊക്കെ വരുമ്പോൾ എന്തായാലും റിയാദിൽ വരുന്ന ആൾക്കാർ ഇവിടെ വരാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ലുലുവിൽ കയറി വിശ്രമിച്ച് ഫുഡൊക്കെ കഴിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്തിട്ട് വരുമ്പം ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നല്ല റെസ്റ്റ് കിട്ടും. അപ്പം എൻ്റെ ചങ്കുകളെ ചായ വീട്ടിലുള്ള കളിയില്ലാട്ടോ. ഞങ്ങളൊരു 3:30 ആയപ്പോൾ ചായയും കടിയും കഴിക്കാൻ വേണ്ടി നമ്മൾ മലബാർ ഹോട്ടലിൽ കയറി. എവിടെയാണെന്ന് വെച്ചാൽ മലബാർ ലുലുവിൽ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഫാമിലിയോട് കൂടി തന്നെ നമ്മുടെ ഇമ്മാനുവലുണ്ട്, പ്രിൻസിക്കുട്ടിയുണ്ട്, പിന്നെ നമ്മുടെ ഇമിലിക്കുട്ടിയുണ്ട്, പിന്നെ ചായപ്രേമിയായ ഞാൻ സ്ട്രോങ് ചായ പറഞ്ഞു.